എറണാകുളത്ത് അംഗനവാടിയിൽ നിന്നും അമ്മ വിളിച്ചുകൊണ്ടുപോയ 3 വയസ്സുകാരിയെ യാത്രക്കിടയിൽ കാണാതായി. തിരുവാങ്കുളം സ്വദേശിനി 3 വയസ്സുള്ള കല്യാണിയെയാണ് കാണാതായത്. പോലീസ് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, കുട്ടിയെ കാണാതായിട്ട് മണിക്കൂറുകൾ പിന്നിട്ടു. അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു? കാണാതായത് സംബന്ധിച്ച ഒരു വിവരം ലഭിക്കുന്നത് വൈകിട്ട് 7:30യോടെയാണ്. കാരണം കുട്ടിയെ വൈകിട്ട് 3 മണിയോടെയാണ് അംഗനവാടിയിൽ നിന്നും വിളിക്കാനായി അമ്മ പുറപ്പെടുന്നത്. അവിടെ നിന്നും വിളിച്ച് തിരുവാങ്കുളം എത്തി അവിടെ നിന്നും ആലുവ ബസ്സിൽ കയറിയതായി വരെയുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ അമ്മ രാത്രി 7:30യോടെയാണ് വീട്ടിൽ തിരിച്ചെത്തിയത്. അതോടെയാണ് കുട്ടിയെ കാണാതായി എന്ന് അറിയുന്നത്. നേരത്തെയും ഇത്തരത്തിൽ അംഗനവാടിയിൽ നിന്നും അമ്മ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ കുട്ടിയുമായി അമ്മയുടെ വീട്ടിലേക്ക് പോയിട്ട് മടങ്ങി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിലായിരിക്കും എന്ന ധാരണയായിരുന്നു ബന്ധുക്കൾക്കെല്ലാം തന്നെ ഉള്ളത്. എന്നാൽ വൈകിട്ട് അമ്മ തിരിച്ച് രാത്രി 7:30യോടെ എത്തുമ്പോൾ കുട്ടി ഒപ്പം ഉണ്ടായിരുന്നില്ല. എവിടെ വെച്ചാണ് കുട്ടിയെ കാണാതായതെന്ന് സംബന്ധിച്ച് അമ്മയ്ക്ക് കൃത്യമായ മറുപടിയും തരാൻ സാധിക്കുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് പോലീസിനെ സമീപിക്കുകയും ഇപ്പോൾ പോലീസ് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയുമാണ്. ആലുവ ബസ് സ്റ്റാൻഡിൽ എത്തിയതുവരെയുള്ള വിവരങ്ങൾ മാത്രമാണ് ഇതുവരെയും പോലീസിന് ശേഖരിക്കാനായത്. പോലീസിന് സമാന്തരമായി തന്നെ ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെ തന്നെ തിരച്ചിൽ നടത്തുന്നുണ്ട്. അമ്മ ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുള്ളതായി പറയുന്നുണ്ട്. എന്തു തന്നെയായാലും ഈ ഒരു സംഭവത്തിൽ ദുരൂഹത നീങ്ങിയിട്ടില്ല. ആ ദുരൂഹത നീക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഈ കുട്ടിയുടെ ബന്ധുക്കളെല്ലാം തന്നെ ഇപ്പോൾ ആലുവ കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ ഇവിടെ നിന്നും സമീപത്തേക്ക് പോകാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുമൊക്കെ അന്വേഷണം നടത്തുകയാണ്. അമ്മയ്ക്ക് ചെറിയ രീതിയിൽ മാനസിക പ്രശ്നങ്ങൾ ഉള്ളതായി ബന്ധുക്കൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്തു തന്നെയായാലും 3 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണ്. അമ്മയിൽ നിന്നും ഇടയ്ക്ക് വേർപെട്ടു പോയതാണോ, കൂട്ടം തെറ്റിപ്പോയതാണോ എന്നത് സംബന്ധിച്ചുള്ള പരിശോധനകൾ നടത്തുന്നു. അങ്ങനെയെങ്കിൽ ആ ബസ്സിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമോ കുട്ടിയെ കാണാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത് സംബന്ധിച്ച് നിലവിൽ ഒരു ദുരൂഹത നിലനിൽക്കുകയാണ് അനഘ. സുധീഷ്, മറ്റൊരു കാര്യം കൂടി, 3:30-ക്ക് കാണാതായ കുട്ടിയുമായി 3:30-ക്കാണ് അമ്മ അംഗൻവാടിയിൽ നിന്ന് തിരിച്ചു വന്നത്. എന്നിട്ട് 7:30-യോടെയാണ് അമ്മ വീട്ടിലെത്തിയത്. ഇതിൽ നിന്ന് എന്തൊക്കെ ദുരൂഹതകൾ നീങ്ങുന്നില്ല? എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? അനഘ, 3:30-ക്ക് അമ്മ കുട്ടിയുമായി അംഗനവാടിയിൽ നിന്നും ഇറങ്ങിയ ശേഷം ഓട്ടോയിൽ തിരുവാങ്കുളം ബസ് സ്റ്റാൻഡിലെത്തുകയും അവിടെ നിന്നും ബസ്സിൽ ആലുവയിലേക്ക് തിരിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം അമ്മ വീട്ടിലെത്തി മടങ്ങി രാത്രി 7:30-യോടെയാണ് വീട്ടിലെത്തുന്നത്. ഇതിനിടയിൽ എവിടെ വെച്ചാണ് കുട്ടിയെ കാണാതായതെന്ന് സംബന്ധിച്ച് പോലീസ് ചോദിക്കുമ്പോൾ കൃത്യമായ ഒരു മറുപടിയല്ല അമ്മയിൽ നിന്നും ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച് കൂടുതൽ CCTV കേന്ദ്രീകരിച്ചും മറ്റുമുള്ള പരിശോധനകൾ നടത്തിയെങ്കിൽ മാത്രമേ ഇത് സംബന്ധിച്ച ദുരൂഹത നീങ്ങുകയുള്ളൂ. ഇതിൽ എന്താണ് സംഭവിച്ചതെന്നത് സംബന്ധിച്ച് ഒരു വ്യക്തതയും ഇതുവരെ ലഭിച്ചിട്ടില്ല. അച്ഛൻ ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ ഇപ്പോൾ ആലുവ ബസ് സ്റ്റാൻഡും സമീപ പ്രദേശങ്ങളുമൊക്കെ കേന്ദ്രീകരിച്ചാണ് കുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുന്നത്. പോലീസും വിവിധ സ്റ്റേഷനുകളിലെ പോലീസും എല്ലാം തന്നെ കുട്ടിയുടെ ഫോട്ടോ അടക്കം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചും എല്ലാമുള്ള പരിശോധനകളും അന്വേഷണവും നടത്തുന്നു. ഒപ്പം ഇവർ വന്നിറങ്ങിയതിനു ശേഷമുള്ള CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിക്കുന്നുണ്ട്. എന്താണ് ഇതിൽ സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണയിലേക്ക് എത്താൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. എന്തു തന്നെയായാലും ഇതിൽ വലിയ ദുരൂഹത ബാക്കി നിൽക്കുന്നു എന്നതാണ് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നത് അനഘ. സുധീഷ്, ഒരു കാര്യം കൂടി, മണിക്കൂറുകൾ ഇത്രയുമായിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം എങ്ങനെയാണ്? പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അനഘ, ഇതിൽ പോലീസ് രാത്രി 7:30-ക്ക് ശേഷം ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പരിശോധനകളും അന്വേഷണവും എല്ലാം ആരംഭിച്ചിട്ടുള്ളത്. അത് ഒരു വലിയ സമയത്തിന്റെ ഒരു ഗ്യാപ്പാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം 3:30-ക്ക് ഇവർ തിരിക്കുന്നു. അതിനുശേഷം അമ്മ 7:30-ക്ക് മടങ്ങി എത്തുമ്പോഴാണ് കുട്ടി ഒപ്പമില്ല എന്നത് സംബന്ധിച്ച ഒരു ധാരണ ബന്ധുക്കൾക്കുണ്ടാവുന്നത്. അമ്മയ്ക്കും ഇത് സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം നൽകാനും സാധിക്കാത്ത വലിയ ഒരു പ്രതിസന്ധി ഘട്ടമാണ് നിലനിൽക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ പോലീസ് ഇപ്പോൾ ആവും വിധം ഇത് സംബന്ധിച്ച അന്വേഷണങ്ങളും പരിശോധനകളും നടത്തുകയാണ്. അതോടൊപ്പം തന്നെ ബാക്കി സമാന്തരമായി ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, നാട്ടുകാർ എല്ലാം തന്നെ അന്വേഷണം നടത്തുന്നുണ്ട്. ഈ വാർത്തകൾ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും പൊതുജനം മൊത്തത്തിൽ തന്നെ ഇതിന്റെ ഒരു പ്രചരണവും എല്ലാം ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ ആലുവ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും അന്വേഷണം നടക്കുന്നത്. കാരണം ആലുവയിൽ വരെ കുട്ടി എത്തിയതായി, ആലുവയിലേക്കുള്ള ബസ്സിൽ അമ്മയ്ക്കൊപ്പം കുട്ടി കയറിയതായി കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ട്. തുടർന്ന് എന്താണ് സംഭവിച്ചതെന്നത് സംബന്ധിച്ചാണ് ഇനിയും വ്യക്തത വരുത്തേണ്ടത്. അതിൽ അമ്മ പിന്നീട് ആരുമായൊക്കെയാണ് ബന്ധപ്പെട്ടതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് അനഘ.
സുധീഷ്, നേരം ഇത്രയായതും രാത്രിയായതും പരിശോധനയ്ക്ക് തടസ്സമാകുമോ? തീർച്ചയായും അനഘ, ഇപ്പോൾ രാത്രി സമയം 10 മണി പിന്നിട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് വലിയ ഒരു ആശങ്ക ഉയർത്തുന്നതാണ്. കാരണം ഇനിയും കണ്ടെത്തുന്നതിന് വേണ്ടി ഇരുട്ടിന്റെ പ്രശ്നമുണ്ട്. അതിലുപരിയായി കുട്ടി എവിടെയാണ് പെട്ടിരിക്കുന്നത് എന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തതയും ഇല്ലതാനും. സ്വാഭാവികമായും കുട്ടി ആയതുകൊണ്ട് തന്നെ മറ്റേ മൊബൈൽ ഫോണോ ഒന്നും തന്നെ കുട്ടിയുടെ പക്കലില്ല. കുട്ടി ഒറ്റയ്ക്കാണ് കാണാതായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള വലിയ രീതിയിൽ അശാന്ത പരിശ്രമം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൽ നമുക്ക് ഒരു ശുഭവാർത്ത പ്രതീക്ഷിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക എന്നത് മാത്രമാണ് നമുക്ക് ഏറ്റവും പ്രധാനമായി ചെയ്യാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഊർജിതമായ തരത്തിൽ കൃത്യമായ ആസൂത്രണത്തോടെയുള്ള ഒരു ിൽ നടത്തുക. അതിൽ കുട്ടിയെ കണ്ടെത്താനാകുമെന്ന ഒരു ശുഭപ്രതീക്ഷ നമുക്ക് വെച്ചു പുലർത്താൻ മാത്രമാണ് ഇപ്പോൾ ആവുന്നത് അനഘ. എറണാകുളത്ത് അംഗൻവാടിയിൽ നിന്നും അമ്മ വിളിച്ചുകൊണ്ടുപോയ 3 വയസ്സുകാരിയാണ് യാത്രക്കിടയിൽ കാണാതായത്. ഇത് സംബന്ധിച്ച് കുട്ടിയെ എപ്പോഴാണ് കാണാതായത് എന്നത് സംബന്ധിച്ച് കൃത്യമായ മറുപടി നൽകാൻ അമ്മ തയ്യാറാകുന്നില്ല. അതൊരു ദുരൂഹത തന്നെയാണ്. തിരുവാങ്കുളം സ്വദേശിനി 3 വയസ്സുള്ള കല്യാണിയാണ് കാണാതായത്. പോലീസ് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രമാണോ അന്വേഷണം നടത്തുന്നത്? സുധീഷ്, എറണാകുളത്ത് അംഗൻവാടിയിൽ നിന്ന് അമ്മ വിളിച്ചു കൊണ്ടുപോയ 3 വയസ്സുകാരിയാണ് കാണാതായിട്ടുള്ളത്. തിരുവാങ്കുളം സ്വദേശിനി 3 വയസ്സുള്ള കല്യാണിയാണ് കാണാതായത്. കുട്ടിയുടെ പ്രായം കണക്കിലെടുത്ത് കുട്ടിയെ കണ്ടെത്തുക, കുട്ടിയുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് കുട്ടിയെ കണ്ടെത്തുക കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്കിലും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം എത്രത്തോളമാണ്? CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രമാണോ അന്വേഷണം നടത്തുന്നത്? സുധീഷ്, അനഘ, CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ അമ്മയുടെ ഇന്നത്തെ യാത്രകൾ സംബന്ധിച്ച് വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിലും അമ്മയുടെ ബന്ധുക്കളെയും അമ്മ യാത്ര ചെയ്ത വിവരങ്ങൾ സംബന്ധിച്ചും തിരുവാങ്കുളത്ത് ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയത് സംബന്ധിച്ചും വന്ന ഓട്ടോ കേന്ദ്രീകരിച്ച് അതിനുശേഷം യാത്ര ചെയ്ത ബസ് കേന്ദ്രീകരിച്ചൊക്കെയുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ബസ്സിലെ ജീവനക്കാരെ അടക്കം കണ്ട് മൊഴിയെടുക്കാനുള്ള ശ്രമങ്ങൾ പോലീസ് നടത്തുന്നുണ്ട്. ആ രീതിയിലെല്ലാം തന്നെ കുട്ടിയെ എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാനുള്ള ഒരു വലിയ ശ്രമമാണ് നടക്കുന്നത്. 3 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി ആയതുകൊണ്ട് തന്നെ ആ കുട്ടിയിൽ നിന്ന് സ്വാഭാവികമായ ഒരു പ്രതികരണമോ ഇല്ലെങ്കിൽ ഒരു ബന്ധപ്പെടലോ പ്രതീക്ഷിക്കാനും സാധിക്കുന്നില്ല. അങ്ങനത്തെ ഒരു വലിയ പ്രതിസന്ധി ഘട്ടം തന്നെയാണ് നിലനിൽക്കുന്നതും. എന്തു തന്നെയായാലും വൈകിട്ട് 3:30 അംഗനവാടിയിൽ നിന്നും അമ്മയ്ക്കൊപ്പം തിരിച്ച കുട്ടിയാണ് കാണാതായിരിക്കുന്നത്. ഇതിൽ അമ്മയ്ക്ക് തന്നെ ആ കുട്ടി എവിടെ വെച്ചാണ് കാണാതായതെന്നത് പോലും സംബന്ധിച്ച കൃത്യമായ ഒരു വിവരം നൽകാൻ സാധിക്കുന്നുമില്ല. അങ്ങനെ വലിയ ഒരു പ്രതിസന്ധി തന്നെ നേരിടുന്നു. അതോടൊപ്പം തന്നെ കുട്ടിയെ കാണാതായി ഇത്രയും സമയം കഴിയുന്നു, അതോടൊപ്പം രാത്രിയാണ്. ഇത് എല്ലാം തന്നെ അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുന്നതുമാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപകടം സംഭവിക്കാനുള്ള സാധ്യത സ്വാഭാവികമായി കാണാനും കഴിയുന്നില്ല. ആ ഒരു ഘട്ടത്തിൽ കൂട്ടം തെറ്റി എവിടെയെങ്കിലും പോയതാണോ, അങ്ങനെ എവിടെയെങ്കിലും കാണപ്പെട്ടിട്ടുണ്ടോ ഇത്തരം ഒരു കുട്ടിയെ എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ, അത് സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ആ പ്രചരണം അത് വലിയ രീതിയിൽ സഹായകമാകും എന്നൊരു പ്രതീക്ഷയാണ് പോലീസിനും എല്ലാം തന്നെ ഉള്ളത്. പോലീസിനോടൊപ്പം തന്നെ സമാന്തരമായി മറ്റ് പൊതുജനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിനും പരിശോധനയ്ക്കും എല്ലാം മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്നതും ആശ്വാസകരമാണ്. എന്തു തന്നെയായാലും കുട്ടിയെ കണ്ടെത്താനാകും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് പൊതുവിൽ നിലനിൽക്കുന്നത്. അത്തരത്തിൽ കുട്ടിക്ക് മറ്റ് അപായങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല, ആപത്തൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത് ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെ ഇപ്പോൾ തിരച്ചിൽ ഊർജിതമായി നടക്കുകയാണ്. കുട്ടിയെ കണ്ടെത്തുന്നതിന് വേണ്ടി ഏറ്റവും പ്രധാനമായും ആലുവ കേന്ദ്രീകരിച്ചാണ് പരിശോധനകൾ നടക്കുന്നത്. അതിനുശേഷം മറ്റ് സ്ഥലങ്ങളിലേക്കും കുട്ടി വന്ന ആ വഴികളിലൂടെ എല്ലാം തന്നെ അന്വേഷണം നടക്കും. കുട്ടി ആലുവയിൽ അമ്മ ബസ് ഇറങ്ങുന്നതിന് മുമ്പ് എവിടെ വെച്ചെങ്കിലും കാണാതായോ, അതിനു ശേഷം അമ്മയുടെ വീട്ടിലെത്തുമ്പോഴും കുട്ടി ഒപ്പം ഉണ്ടായിരുന്നില്ല എന്ന വിവരമാണ് ലഭിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ കുട്ടിയെ കണ്ടെത്താനുള്ള ഒരു ശ്രമം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് അനഘ. സുധീഷ്, ഇപ്പോൾ ലഭിക്കുന്ന വിവരം കുട്ടിയുടെ അമ്മയുമായി തിരച്ചിൽ ആരംഭിച്ചു എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. അപ്പോൾ കുട്ടിയുടെ അമ്മയുടെ മൊഴിയിൽ നിന്ന് ലഭിക്കുന്ന എന്തെങ്കിലും വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമോ ഇത്തരത്തിലൊരു തിരച്ചിൽ?
കഴിഞ്ഞ സമയങ്ങളിലൊക്കെയും അമ്മയിൽ നിന്ന് കൃത്യമായ ഒരു വിവരം ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അമ്മയുടെ മൊഴിയിൽ നിന്നും കുട്ടിയെ എവിടെ വെച്ച് കാണാതായി എന്നതൊക്കെ സംബന്ധിച്ചൊരു വിവരം ലഭിച്ചിരുന്നെങ്കിൽ വളരെ പ്രയോജനകരമായിരുന്നു. എന്നാൽ ഈ യാത്ര ചെയ്ത വഴികളിലൂടെ അമ്മയും ഒപ്പം സഞ്ചരിക്കുമ്പോൾ അമ്മയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഓർമ്മയുണ്ടായാൽ അത് വലിയ രീതിയിൽ പ്രയോജനം ചെയ്യുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് പോലീസിനുള്ളത്. അമ്മ എന്തു തന്നെയായാലും ഇതുമായി ബന്ധപ്പെട്ട പരാതിയുമായി ബന്ധുക്കൾ സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം അമ്മയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അമ്മയെ പോലീസ് ഒപ്പം നിർത്തിക്കൊണ്ടുള്ള ഒരു പരിശോധനയും അന്വേഷണവും ഒക്കെ തന്നെയാണ് നടക്കുന്നത്. അതിലൂടെ ഫലം കാണാനാവും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ്, ആ ഒരു ലക്ഷ്യത്തോടെ തന്നെയാണ് ഇപ്പോൾ അന്വേഷണവും പരിശോധനയും എല്ലാം നീളുന്നത്. ഇതോടൊപ്പം അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചും ആ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചും എല്ലാം തന്നെ വളരെ കൃത്യതയോടെയുള്ള ഒരു പരിശോധന നടത്താനാണ് ശ്രമം നടക്കുന്നത്. കാരണം നമുക്കറിയാം 3 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു അംഗനവാടിയിലെ പഠിക്കുന്ന കുട്ടിയാണ് കാണാതായിരിക്കുന്നത്. നേരത്തെയും ഇത്തരത്തിൽ അമ്മ അംഗനവാടിയിൽ നിന്നും കുട്ടിയെ വിളിച്ചുകൊണ്ട് അമ്മയുടെ വീട്ടിലേക്ക് പോയിട്ട് മടങ്ങി വന്നിട്ടുണ്ട്. ആ രീതിയിലാവും ഇന്നും എന്ന ഒരു തോന്നലായിരുന്നു ബന്ധുക്കൾക്കും എല്ലാം തന്നെ ഉള്ളത്. എന്നാൽ ആ രീതിയിലല്ല ഇന്ന് സംഭവിച്ചത് എന്നുള്ള വളരെ ദുഃഖകരമായ ആശങ്കപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ കുട്ടിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തിരച്ചിലും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ നടക്കുന്നത്. ആലുവ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് തന്നെ ഇപ്പോൾ ഒരു ഒഴിഞ്ഞ ഇടമായി അവിടുത്തെ ബസ് സർവീസുകളെല്ലാം തന്നെ ഇന്നത്തെ പൂർത്തിയായിരിക്കുന്നു. ബസ്സുകളെല്ലാം തന്നെ നിർത്തിയിട്ടിരിക്കുന്നു. ഇവിടെ ഈ പ്രദേശത്ത് കുട്ടിയെ കണ്ടെത്താനുള്ള സാധ്യതയും വളരെ വിരളമാണ്. എന്നാൽ ഈ എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്ന മുൻപ് ഒരു പെൺകുട്ടി ആലുവയിൽ നിന്ന് തന്നെ കാണാതായി വലിയ രീതിയിലുള്ള ഒരു വേദനയുള്ള വാർത്ത വന്നിട്ടുണ്ട്. അത്തരത്തിലൊന്നുമുള്ള ഒരു സംഭവത്തിനുള്ള സാധ്യത ഉണ്ടാവരുതെന്നുള്ള പ്രാർത്ഥന തന്നെയാണ് ഓരോരുത്തർക്കും ഉള്ളത്. അത്തരമൊരു ആരും തട്ടിക്കൊണ്ട് പോയതായുള്ള ഒരു വിവരവും പോലീസിന് ഇല്ലതാനും. അന്ന് വളരെ വ്യത്യസ്തമായ സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്തു തന്നെയായാലും കുട്ടിയെ കണ്ടെത്താൻ വേണ്ടിയുള്ള ആശാന്ത പരിശ്രമമാണ് പോലീസിന്റെയും നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അതോടൊപ്പം തന്നെ പൊതുജനങ്ങളുടെ എല്ലാം ഭാഗത്തു നിന്നും ഇപ്പോൾ പുരോഗമിക്കുന്നത്. അനഘ.